ഇന്നത്തെ ചിറ്റ് ചാറ്റിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന മിഥുനാണ്. മിഥുൻ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ടെക്കിയാണ്, എൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് റീസെൻ്റ് റിപ്പോർട്ടുകൾ വരുന്നു, ഗ്ലോബലായിട്ടുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം അമേരിക്കയിൽ മാത്രം 39% ബൈബിളിൻ്റെ ഡിമാൻഡ് കൂടി. അതായത് 39% ആൾക്കാർ കൂടുതലായിട്ട് ബൈബിള് വാങ്ങാൻ തുടങ്ങി. രണ്ടാമത്തെ, ആളുകൾ ചെറുപ്പക്കാർ പള്ളികളിലോട്ട് പോകാൻ തുടങ്ങി. മൂന്നാമത്തെ പോയിന്റ്, യൂറോപ്പിലും ഈ മാറ്റം കാണാൻ സാധിക്കുന്നു. ഇതാണ് ബേസിക് ടോപ്പിക്. അപ്പം മിഥുൻ ഒരു വിശ്വാസി, ഒരു ചെറിയ കാത്തലിക്സ് ആണ്. പക്ഷെ ഏത് പള്ളി കണ്ടാലും പോകുന്നു, ഏത് വിശ്വാസം അങ്ങനെയൊന്നുമില്ല, ആ രീതിയിൽ ജീവിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരനാണ്. ഇപ്പം മിഥുനോട് ചോദിച്ച് മനസ്സിലാക്കാം, ഈ ഷിഫ്റ്റ് എന്തുകൊണ്ടുണ്ടായി അമേരിക്കയിലും മറ്റുള്ള ഭാഗത്തും. അതേപോലെ മിഥുൻ എന്നോട് പറഞ്ഞു, ഇപ്പം പല പള്ളികളിലും മാമോദീസ മുങ്ങാൻ വേണ്ടി ഭയങ്കര തിരക്കാണ്. എന്താണ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അമേരിക്കയിലും ഗ്ലോബലായിട്ട് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ മോണിറ്റർ ചെയ്യുന്നതാണ് മിഥുൻ. മിഥുന്, ഞാൻ ഈ ടോപ്പിക്ക് നേരത്തെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അതായത് അമേരിക്കക്കാരനാണ് ഇപ്പോഴത്തെ പോപ്പ്. അതേപോലെ അദ്ദേഹം സെൻറ്റ് മേരി, കന്യാമറിയത്തിൻ്റെ സംഭവം വളരെ കാത്തലിക് സഭ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ മോഡിലോട്ട് പോകുന്നു. അതേപോലെ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ചാർലി കിർക്കിൻ്റെ സംഭവം നമ്മൾ ഹാർഡ് കോറിലോട്ട് കയറി പോവുകയാണ്. ഈ ഷിഫ്റ്റ് അമേരിക്കയിൽ വിസിബിൾ ആണോ അല്ലയോ? അമേരിക്കയിൽ ഇവാഞ്ചലിക്കൽ ചർച്ചുകളിൽ ഒരു പ്രകടമായിട്ട് മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. യങ്സ്റ്റേഴ്സിന്റെ ഒരു ഭയങ്കര വലിയൊരു ഇൻവോൾവ്മെന്റ് നമുക്ക് എല്ലാ തലങ്ങളിലും കാണാൻ സാധിക്കും. അവരാണത് മാനേജ് ചെയ്യുന്നത്. ആക്ച്വലി ചർച്ചിലെ എല്ലാ കാര്യങ്ങളും അവരാണ് മാനേജ് ചെയ്യുന്നത്, തുടക്കം മുതൽ അവസാനം വരെ പോയ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ പറയുക, യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഇൻവോൾവ്മെന്റുകൾ. അതിലെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചാർലി കിർക്കിന്റെ ആ ഭാഗത്തുള്ള ഇൻവോൾവ്മെന്റ് ആയിരുന്നു. അദ്ദേഹം ആയിരുന്നു ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ലീഡർ എന്ന് പക്ഷെ പറയാൻ സാധിക്കും. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, കത്തോലിക്ക സഭയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിൽ കാണുന്നില്ല. അത് പോപ്പിന് പ്രകടമായി മനസ്സിലാവുന്നുണ്ട്. കാരണം കത്തോലിക്ക സഭകൾ ലോകമെമ്പാടും അടച്ചുപൂട്ടലിലേക്ക് പോകുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അവരിലേക്ക് തന്നെ ഒതുങ്ങി പോയിരിക്കുകയാണ്. അവർ പുതിയൊരു ജനറേഷനിലേക്ക് അവരൊരിക്കലും എത്തിപ്പെടാൻ അവർക്ക് ആഗ്രഹിക്കുന്നില്ല. അവർ ആരൊക്കെ വരുന്നുണ്ടോ അത്ര തന്നെ. കാരണം അച്ഛന്മാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർട്ട് ടൈം ജോലി പോയി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ പലപ്പോഴും. 70കളും 80കളും വയസ്സുള്ള ഇറ്റാലിയൻസ് മാത്രം വരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു യങ് ജനറേഷൻ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് കത്തോലിക്ക സഭയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്. അതാണ് അതിന്റെ മെയിൻ കാരണം. കാരണം അവർ നോക്കി ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ അവിടെ ഭയങ്കര സ്പിരിച്വലായിട്ട് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഇത് പറയാ ഈ നമ്മുടെ ഡ്രഗ്സിന്റെ വലിയൊരു പ്രശ്നം അമേരിക്കയിൽ അറിയാലോ. അതിൽ നിന്നാണ് ഈ ഒരു വരുന്നത്. കാരണം ഈ കുട്ടികളെന്ന് പറയുന്നത് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കോളേജിൽ പോകുമ്പോൾ അതിൽ പെട്ടുപോയി പിന്നെ അവരൊരു അവിശ്വാസത കണ്ടെത്തി അത് മുന്നോട്ട് പോവാണ്. നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്നത്, യെസ് ദർ ഈസ് ഉണ്ട്. പല പള്ളികളിലും പല ഇവാഞ്ചലിക്കൽ പള്ളികളിലും എന്താ പറയുക, കസേരയിൽ എണ്ണം കൂട്ടുകയാണ് ആക്ച്വലി. കാരണം ആളുകൾ കൂടുതൽ വരുന്നു. മാമോദീസുകൾ, ബാപ്റ്റിസം പോലും പല തിരിച്ചറിഞ്ഞു വരുന്ന ഒരു മൂവ്മെന്റ്. അതിനെല്ലാം പിടിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ചാർലി കിർക്കിന്റെ മൂവ്മെന്റ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ പ്രസിഡന്റ് ട്രംപിന്റെ പോലും കഴിഞ്ഞ വർഷം അതൊക്കെ ഡെമോക്രാറ്റുകളുടെ ലെഫ്റ്റുകളെ പറയാം. ലെഫ്റ്റ് എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ട മാത്രമാണ് അവർക്കുള്ളത്. റൈറ്റ് വിങ്ങിന്റെ ഒരു മൂവ്മെന്റ് എല്ലാ രാജ്യങ്ങളും കാണാൻ സാധിക്കും. യൂറോപ്പിലെല്ലാം റൈറ്റ് വിങ് വരുന്നു. ഇവിടെ പോലും അമേരിക്കയിൽ പോലും നെക്സ്റ്റും റൈറ്റ് വിങ് വരുന്നു. അപ്പൊ റൈറ്റ് വിങ്ങിന്റെ ഒരു വലിയൊരു ഒരു പിടുത്തമുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ വരങ്കാരസ. അല്ല, ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഫ്രാൻസില് ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്ന ഫ്രാൻസിൽ പോലും, അവിടെ പോലും ഈ കാത്തലിക്സിനേക്കാളും വളരെ ഇതായിട്ട് ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് വിസിബിൾ ആകുന്നു. യൂറോപ്പിൽ പലയിടത്തും വിസിബിൾ ആകുന്നു. കാരണം ഇതിനകത്ത് എൻ്റെ ഒരു ലേറ്റസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത്, ഈ അമേരിക്കയിൽ പോലും 8%, യൂറോപ്പിൽ പോലും 8% കാത്തലിക്സേ പള്ളിയിൽ പോകാറുള്ളൂ. അമേരിക്കയിൽ 36% കാത്തലിക്സ് പള്ളിയിൽ പോകുന്നവരെ. അമേരിക്കൻ കാത്തലിക്സും യൂറോപ്യൻ കാത്തലിക്സും ഭയങ്കര വ്യത്യാസമാണ്. അത് ബേസിക്കലി കാത്തലിക്സ് ആണെങ്കിലും കാത്തലിക്സ് ഭയങ്കര വ്യത്യാസമാണ്. അമേരിക്കൻ കാത്തലിക്സ് ആണെങ്കിൽ കുറച്ച് ഹാർഡ് കോറാണ്, കൺസർവേറ്റീവ് ആണ്. യൂറോപ്യൻ കാത്തലിക്സ് മച്ച് മോർ ലിബറലാണ്.
കാരണം അവർ ലിബറലാണ് യൂറോപ്യൻ കാത്തലിക്സ്. അതിൽ നിന്ന് മാറ്റമാണ് ഈ പറയുന്ന പോപ്പ്, ഈ സെയിൻറ്റ് മേരി, അതായത് കന്യാമറിയാമിൻ്റെ ആ സംഭവം അതങ്ങ് സൈഡ് ലൈൻ ചെയ്തു. ഇത് ചെറിയ ഇഷ്യൂ ഒന്നുമല്ലോ, റിഫോർമേഷൻ തന്നെയാണ് കാത്തലിക് സഭയിൽ ഉണ്ടാകുന്നത്. ഇനി അറിയാൻ കഴിയും, ഞാൻ വേറൊരു കാത്തലിക്സിൻ്റെ സീനിയറായുള്ള അച്ഛനോട് ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കൊന്തയില്ലയോ ചൊല്ലുന്നത് അതുപോലും ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഗ്രാജുവലായിട്ട് ആ പ്രോസസ്സ് അതിൻ്റെ അത് പറയുന്നത് ബിബിളിക്കലായിട്ട് കാത്തലിക് സഭ പോകണമെന്നാണ് പറയുന്നത്, അല്ലാതെ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളിലോട്ട് കാത്തലിക് സഭ പോകണ്ട. ഇത് എങ്ങനെയുള്ള മാറ്റമായിരിക്കും റിലീജിയസ് റിഫോർമേഷൻസ് പ്രത്യേകിച്ച് കാത്തലിക് സഭയിൽ ഉണ്ടാക്കാൻ? കാരണം നീ ഒരു കാത്തലിക്കാണ്. ഞാൻ വ്യക്തമായി പറയാം സാറേ, കത്തോലിക്ക സഭയിൽ ഇതൊന്നും അല്ല മാറ്റം വേണ്ടത്. കത്തോലിക്ക സഭയിലെ പ്രശ്നം അഹങ്കാരമാണ്. 2000 വർഷങ്ങളായി കത്തോലിക്ക ഈ സംഭവം വന്നിട്ട് ഇവർക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ തെക്കോട്ട് നിൽക്കണം വടക്കോട്ട് നിൽക്കണം. ഓക്കെ, അൺപാർലമെന്ററി ആയിട്ടുള്ള അച്ഛന്മാർ, ഈ കന്യാമറിയത്തിന്റെ ആ ഒരു തീരുമാനമൊന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടതൊന്നുമല്ല. ജനങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത് ധാർഷ്ട്യം അവസാനിപ്പിക്കണം അച്ഛന്മാരുടെ, സഭാ മേലധ്യക്ഷന്മാരുടെ അഹങ്കാരം. അത് ഞങ്ങളാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം. അപ്പൊ അങ്കമാലി അതിരൂപ കാണിക്കുന്ന പോക്കത്തിനും കണ്ടില്ല സാറേ. പറയാൻ അൺപാർലമെന്ററി ലാംഗ്വേജ് എന്നാൽ പോലും ഞാൻ പറയണേ എന്ത് കാണിച്ചു കൊടുക്കുന്നത്. ഈവൻ ദോ ചർച്ചിന് അലിഗേഷൻസ്, എത്ര ഫൈനാൻഷ്യൽ അലിഗേഷൻസ് ഉണ്ട്, സെക്ഷൽ അലിഗേഷൻസ് ഉണ്ട് സഭയ്ക്ക്, മാത്രം ഉണ്ടല്ലേ. അതിലാണ് സഭ ശ്രദ്ധികരിക്കേണ്ടത്. ഇതൊന്നും ഇനി ജനങ്ങളോട് പോയി 2000 വർഷങ്ങളോളമായിട്ട് സഭയിൽ ആരാധിച്ചുകൊണ്ട് പോരുന്ന മറിയത്തിന്റെ പ്രതീതിയെ മാറ്റി അതൊന്നും ജനങ്ങൾ അംഗീകരിക്കാം, ജനങ്ങൾ വെറുക്കുകയുള്ളൂ. എക്സാമ്പിൾ പറയാം, മംദാനി എന്തുകൊണ്ടാണ് ന്യൂയോർക്കിലേക്ക് മംദാനി റീച്ച് ഔട്ട് ചെയ്തു യങ്സ്റ്റേഴ്സിലേക്ക്? കാരണം അമേരിക്കയിലെ യങ്സ്റ്റേഴ്സുകൾ 20-25 വയസ്സുള്ള കുട്ടികൾ ന്യൂയോർക്കിൽ മംദാനിക്ക് വേണ്ടി ആരവും വിളിക്കുകയാണ്. എന്താ കാരണം അറിയൂ? ഈ റീച്ച് ഔട്ട് അവൻ അവർക്ക് വേണ്ടി ഉണ്ട്. അച്ഛന്മാരും കന്യാസ്ത്രീകളും ചേർന്ന് കുട്ടികളിൽ പോയി സംസാരിക്കണം. അതല്ലാതെ പോപ്പിരുന്നോണ്ട് പറയാണ് കന്യാമറിയും നാളെ മുതൽ നിങ്ങൾ ആരാധിക്കാൻ പറ്റുന്നത്. ജനങ്ങളൊന്നും കേൾക്കാൻ പോകും, ജനങ്ങൾ കാർക്കിച്ച് തുപ്പുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? കത്തോലിക്ക സഭയ്ക്കും വേണ്ടെന്ന് പറയുന്നത് ഈ സഭയുടെ പിതാക്കന്മാരെ പെരുമാറ്റം മാറണം, അവർ അനുയോജ്യരാകണം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരണം, ജനങ്ങളെ സ്വീകരിക്കണം, കൊച്ചു കുട്ടികളോട് സംസാരിക്കണം. അതല്ലാതെ പണം ഉണ്ടാക്കാൻ മാത്രം ഒരു സഭ, പണം ഒരു കൂട്ടം അച്ഛന്മാർക്കും ആശ്രയിക്കും, പണം മാത്രം ഉണ്ടാക്കുക, അതൊന്നും അബ്സല്യൂട്ട്ലി ആ ഒരു രീതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സഭ ഓടത്തില്ല സാറേ. അല്ല, ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ ബേസിക്കലി കാത്തലിക് സഭയിലെ ആത്മീയത കുറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യലൈസേഷനിലോട്ട് വന്നു. അതിൻ്റെ കാരണം ബേസിക്കലി ഒത്തിരി ഉണ്ട്. കാരണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഇത്, അപ്പം അതിലോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഒരു ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പം ഞാൻ ഇവിടെ കത്തോലിക്ക പള്ളിയിൽ പോകുന്നുണ്ട്. എന്റെ ഇടവകാച്ചൻ എന്ന് പറയുന്നത് ജോസച്ചും വളരെ മാന്യനാണ്, വളരെ ഉപകാരിയാണ് എല്ലാവരും. അത് ഞാൻ പോകുന്ന കാരണം അദ്ദേഹം റാപ്പോട്ട് പോകുന്നതാണ്. കാരണം എന്തെങ്കിലും ലക്ഷക്കണക്കിന് എന്താ പറയുന്നത് എത്രമാത്രം സാമ്പത്തിക ക്രമക്കേടുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സഭയ്ക്ക്. അതിലേക്കാണ് സഭ ശ്രദ്ധീകരിക്കേണ്ടത്. സഭയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അച്ഛന്മാരും കന്യാസ്യന്മാരും ജനങ്ങൾക്ക് അതീതരായിരിക്കണം, ജനങ്ങൾക്ക് മുകളിലാണെന്നുള്ള ചിന്തയുള്ളവർക്കും കാലം അധികം കാലം ഓടാൻ പോകും. എത്ര കാലം ഓടുമ്പോൾ വിചാരിച്ച നാട്ടിൽ പള്ളികൾ പോലും അടച്ചുകൂടുന്ന അവസ്ഥയിലേക്കാണ്. പയ്യന്മാരെ കിട്ടാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ പല. കാരണം എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് പോയി. എത്ര കാലം മുന്നോട്ട് പോകും? അല്ല, നമ്മളിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് നമുക്ക് പിന്നെ വരാം. നമുക്ക് ഈ പറയാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കയിലെ യൂറോപ്യൻ രാജ്യങ്ങൾ, കാരണം അമേരിക്കയിൽ ഈ പറയുന്ന സെയിൻറ്റ് മേരിയുടെ ആ സംഭവം ഈ കാത്തലിക് സഭ കേരളത്തിൽ വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ടത്. കാരണം പെട്ടെന്ന് കാരണം സെയിൻറ്റ് മേരിയുടെ അത് മധ്യസ്ഥത യേശു ക്രിസ്തുവാണ് എന്നും പറഞ്ഞ് അതൊരു അവരുടെ ഡോക്ട്രീൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുവാണ്. അതായത് ക്രൈസ്റ്റ് മതി, മറ്റുള്ളവർ വേണ്ട, അത് അവരൊക്കെ ഒരു സെക്കൻഡറി പാർട്ടാണ് എന്ന് പറയുമ്പോൾ അതിനകത്തെ വലിയ മാറ്റം, ചെറിയ മാറ്റമൊന്നുമല്ല. കാരണം റിലീജിയസ് സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ കാത്തലിക് സഭയ്ക്കകത്ത് സെയിൻറ്റ് മേരിയെ ഒഴിച്ച് നിർത്തി, അതായത് ഒരു വനിതാ ദൈവം ആണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്, അല്ല വേറൊന്നും അല്ല ഇതിൻ്റെ അകത്ത്. അപ്പൊ അതിനെ ചോദിക്കട്ടെ, നാളെ മുതൽ ഈ കന്യാമറിയത്തെ ആരാധിക്കേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പോയ ആളുകൾ, അല്ലെങ്കിൽ ഈ പള്ളി വരാതെ ലക്ഷക്കണക്കിന് കുട്ടികൾ? എന്റെ പോയിന്റ് അതല്ല. എന്റെ പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇവാഞ്ചലിക്കൽ സംഭവത്തെ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ പറയുന്ന പോപ്പ്. അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കൻ കാത്തലിക്സ് എന്ന് പറയുന്നത് ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ഇതുമായിട്ട് ഹൈലി
ഇൻഫ്ലുവൻസ്ഡ് ആണ്. കാരണം ഞാനത് കണ്ടത്. അവിടെയുള്ള കാത്തലിക്സ്, മലയാളികളുടെ കാര്യമല്ല പറയാം, അവിടെയുള്ള കാത്തലിക്സ് ശരിക്കും ഒരു പ്രോ ഇവാഞ്ചലിക്കലാണ്. അവരൊരു പ്രോ ഹാർഡ് കോർ ആയിട്ടുള്ള യൂറോപ്പിലും വാറ്റിക്കാനിലുള്ള കാത്തലിക്സ് അല്ല അമേരിക്കൻ കാത്തലിക്സ്. ആ പോയിന്റിലോട്ട് അത്രയും തീക്ഷ്ണമില്ല എന്ന് പറയുന്നത്, അത്രയധികം ആദർശമില്ല അവരുടെ യൂറോപ്പിലെയും അല്ലെങ്കിൽ നാട്ടിലെ പോലും. കാരണം അമേരിക്കൻ കാത്തലിക്സ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്ക, അതിൻ്റെ അകത്ത് കിടന്ന മെക്സിക്കോ, സ്പാനിഷ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിനകത്തോട്ട് ഈ കാത്തലിക്സിൻ്റെ അകത്തോട്ട് ഈ ഇവാഞ്ചലിസം കയറിപ്പോയി. അപ്പം ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാനാണോ ഈ പോപ്പ് ഇത് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പോപ്പ് ഇത് ചെയ്തിരിക്കുന്നതിനെ പറ്റി ശരിക്കും പഠിക്കാനിരിക്കുന്നു. പക്ഷേ ഇതൊന്നും സോൾവ് ചെയ്ത് കത്തോലിക്ക സഭയുടെ പ്രശ്നങ്ങൾക്ക് ഇതൊന്നും ഒരു സൊല്യൂഷൻ ആകാൻ പോകുന്നില്ല. കത്തോലിക്ക സഭയുടെ അസ്തിത്വത്തെ കയറി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വത്തിക്കാന് പോലും മുറി തുറന്നു കൊടുത്തിരിക്കുകയാണ്. വത്തിക്കാൻ പോലും പിടിച്ചടക്കപ്പെടുന്ന അവസ്ഥയിലാണ്. ഇതൊന്നും കത്തോലിക്ക സഭയെ രക്ഷിക്കാൻ ഈ പറയുന്ന പുകം പറയുന്ന സാധിക്കില്ല സാറേ. ഇതൊന്നും ബുദ്ധിമുട്ടാണ്. അവരുടെ മനോഭാവം മാറാതെ നന്നാവാൻ പോകുന്നില്ല. കാരണം ഒന്നാമതെന്ന് പറയുന്ന ബൈബിൾ പഠിക്കാനും പറയാനും 10 വർഷം പഠിക്കേണ്ട ആവശ്യകത ഇല്ല. 10 വർഷം സെമിനാരിൽ പോയി പഠിച്ചു, 12 വർഷം പഠിച്ചു, അതിന് ആവശ്യകത ഉണ്ടോ? ആവശ്യമില്ല. ഒരാൾക്ക് പാസ്റ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന സ്വയം ചിന്ത ഉള്ളിന്ന് വരികയാണല്ലേ. അപ്പൊ എനിക്ക് ആർക്കും പ്രഘോഷിക്കാം. ആസ് ലോങ് ആസ് ലൈക്ക് യു ആർ ഗിവിംഗ് ഒരാളെ ശാന്തരാക്കാൻ, അല്ലെങ്കിൽ ഒരാളെ കൈപിടിച്ച് തീർത്തല്ലേ കൊണ്ടുവരും. അച്ഛന്റെ ഉപന്യാസത്തിന്റെ ആവശ്യകതയൊന്നുമില്ല. ആർക്കും ഇന്റർനെറ്റിന്റെ യുഗമാണിത്. ഇന്ന് എത്രമാത്രം തള്ളിക്കളഞ്ഞാൽ ശ്രമിച്ചാലും അൽമായർക്കും ആകാം. അൽമായർക്ക് ഇപ്പൊ ആരാധന ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ശരിയായിരിക്കാം. അല്ല, അതിനകത്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന ഈ പെൻറ്റക്കോസ്റ്റൽ മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു റൈസിങ്. അതായത് ഇപ്പം കേരളത്തിലൊക്കെ നേരത്തെ മെഗാ ചർച്ചകളുണ്ടായിരുന്നു, ഈ ന്യൂ ജനറേഷൻ ചർച്ച്. ഇപ്പം ഞാൻ ഇപ്രാവശ്യം 2 പ്രാവശ്യം നാട്ടിൽ പോയപ്പം കാണുന്നത് ഇപ്പം മെഗാ ചർച്ചല്ല, എല്ലാം ഈ ഹൗസ് ചർച്ചാണ് താല്പര്യം. ഞാൻ പറയുക, വലിയ ചർച്ചയിൽ നിന്ന് മെഗാ ചർച്ച്, കാത്തലിക്, ഇതെല്ലാം കാത്തലിക്സിൽ നിന്നും ഓർത്തഡോക്സിൽ നിന്നും മർത്തോമയിൽ നിന്ന് വന്നവരാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം ബേസിക്കലി എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ കൃത്യമായിട്ട് ബൈബിൾ വായിച്ചാൽ അവർ പിന്നെ ഈ പറയുന്ന പോലെ സഭകളിൽ നിൽക്കത്തില്ല. അതാണ് എനിക്ക് തോന്നുന്നത് കാത്തലിക്സിന് വന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ കാത്തലിക്സ് ആണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും ഈ ബൈബിൾ ഇവരെ പ്രോപ്പറായിട്ട് അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഇവർ പലതും ഹിഡനായിട്ട് കാര്യങ്ങൾ വെച്ചു. ഇന്ന് ഡിജിറ്റൽ ലോകത്ത് ആൾക്കാർ ബൈബിൾ വായിക്കുന്നുണ്ട്. അതിന് മാതാവിൻ്റെ പ്രസക്തി എത്രയാണ്, ഒരു മധ്യസ്ഥൻ്റെ പ്രസക്തി എത്രയാണ്, സെൻറ്റ് ജോർജിൻ്റെ പ്രസക്തി എത്രയാണ്, ഇതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഈ പറയുന്ന അച്ഛന്മാർക്കും ഈ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒരു വിശ്വാസിക്ക് സംശയം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. നീ അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കന്യാമറിയമോ മധ്യസ്ഥനോ അല്ലെങ്കിൽ പരിശുദ്ധമാരോ ഒന്നും അല്ല. ക്രിസ്ത്യാനിറ്റിയെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പുതിയ തലമുറ പള്ളികളിലും വരുന്നില്ല, ചർച്ചകളിലും വരുന്നില്ല, മെഗാ ചർച്ചകളും വരുന്നില്ല. അവരിപ്പോ മയക്കും വരുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അന്യമത്സരം കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഇത് പറയുന്നത് ദൈവമില്ല എന്ന് പറയും. ഇതാണ് കാതലായിട്ടുള്ള പ്രശ്നത്തിലേക്ക്, പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇതാണ് പറയുന്നത്. കാരണം അച്ഛന്മാരും പാസ്റ്റർമാരും കന്യാസ്ത്രീകളും ആരായാലും ഈ പറയുന്ന ദൈവവേലയ്ക്ക് അറിയിരിക്കുന്നവർ ഫോക്കസ്ഡ് ഓൺ നമ്മുടെ തലമുറയിലേക്ക്. ഇന്ന് പോലും കേരളത്തിൽ പോലും സാർ എത്രയോ പള്ളികൾ അടച്ചുപൂട്ടുന്നു. യൂറോപ്പിൽ പോലും ശരിയാണ് റിവൈവൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ വരുന്നില്ല. ഇന്ന് പോലും നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ എത്രയോ പള്ളികളിൽ അമേരിക്കൻ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നു. 50ഉം 60ഉം വയസ്സും കഴിഞ്ഞ ആളുകൾ മാത്രമേ. ഇതാണ് കാതലായ പ്രശ്നം. ഇപ്പോഴും ഇതിന് മുകളിൽ കന്യാമറിയത്തെ ആരാധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പഴയ നിയമം പുതിയ. നിങ്ങൾ ഫൈറ്റ് ഒഴിവാക്കൂ, നിങ്ങൾ പരസ്പരം തല്ലുകൂടാതിരിക്കൂ. ഇപ്പൊ കേരളത്തിലെ വേറൊരു സഭ ഞാൻ കഴിഞ്ഞ കണ്ടതാണ്. 2 കൂട്ടര് ചെറിയൊരു സഭയാ, അത് 30-35,000 പേരേ ഉള്ളൂ. പക്ഷെ 2 കൂട്ടരെ അടിഞ്ഞ് പിടിച്ച് അവിടെ പോകണം ഇവിടെ പോകണം, അവർ സഭ കൊടുക്കുന്നു, അവിടെ ആളുകളെ. ഇതാണ് കാതലായിട്ടുള്ള പ്രശ്നത്തിലേക്ക് ഇനിയെങ്കിലും ഫോക്കസ് ചെയ്തില്ലെങ്കിൽ
അതായത് ബൈബിൾ എവിടെ പോയാലും കുഴപ്പമില്ല. അതായത് കത്തോലിക്കനായാലും ഓർത്തഡോക്സ് ഡസന്റ് മാറ്റർ, ആസ് ലോങ് ആസ് നമ്മുടെ കുട്ടികൾ ദൈവത്തിലേക്ക് വരുന്നു, ദൈവത്തിന്റെ പ്രകാശം തിരിച്ചറിയുന്നു, ആ രീതി പോകുന്നു, ഈ അനാവശ്യമായ കാര്യം ഇറങ്ങാതെ മുന്നോട്ട് പോകണമെങ്കിൽ അതിനെ അഭിനന്ദിക്കുക. എവിടെയെങ്കിലും പൊക്കോട്ടെ സാറേ, ആസ് ലോങ് ആസ് എവിടെയെങ്കിലും പോട്ടെ. അല്ല, ഞാൻ വേറെ പോയിന്റ് ഉണ്ട്. ഇതിന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ പറയുന്ന റിലീജിയസ് ആയിട്ട് അമേരിക്കൻ യൂത്ത്സ് വീണ്ടും തിരിച്ചു വരുമ്പോൾ അവിടെ ഡ്രഗിന്റെ അബ്യൂസ് കുറയുന്ന ധാരണയുണ്ട്? അവിടെയാണ് ഞാൻ പറയുന്നത്, പാസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഒരു വലിയ റോളുണ്ട് ഈ സമൂഹത്തിൽ, ഓരോ കുട്ടികളുടെയും. അതായത് ഇപ്പൊ നമ്മളോരോ മെഗാ ചർച്ചുകൾ, ഇവാഞ്ചലിക്കൽ ചർച്ചുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു സ്റ്റോറീസ് കേൾക്കാൻ സാധിക്കും. റിവൈവൽ അല്ലേ, അവരവിടെയായിരുന്നു ഇവിടെയായിരുന്നു, പുറത്ത് പോയി അവരോരോ ബിഷ്ട. ഇതിൽ കന്യാസ്ത്രീകൾക്ക് ഒരുപാട് റോൾ നമുക്ക് ഇല്ലാന്ന് പറയാൻ സാധിക്കില്ല. അവരൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ, ആഫ്രിക്കയിലും പല സ്ഥലങ്ങളിലും പോയിട്ടും ഇപ്പോഴും ചിന്തിച്ചു നോക്കിയാൽ കെനിയയിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരുപാട് കേരളത്തിലെ കന്യാസ്ത്രീകളുണ്ട്. അവർക്ക് ഇതിനെ കെനിയയിൽ പോയി ജോലിയെടുക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയി ജോലിയെടുക്കേണ്ട ആവശ്യം എന്താ? ജാക്കറ്റിന് പോകേണ്ട ആവശ്യം എന്താ? സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നില്ല, ആരും പുറകോട്ടല്ല. അപ്പൊ ഇവർക്ക് റോളുണ്ട്. ഈ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതിനെ പ്രതികരിക്കണം, തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് അവരുടെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നതാണ്. സമൂഹം ഒരു ബെറ്റർ ആക്കുക, അത് ചെയ്യുന്നില്ല. അല്ല, എന്റെ പോയിന്റിലോട്ട് പറയും, ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ജനറേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ? ഇതാണ് ചോദ്യം. സാറേ, മംദാനിക്ക് പറ്റുമെങ്കിൽ പിന്നെയാണോ ഇത്രയും സഭയും ഇത്രയും കാശും പ്രസ്ഥാനങ്ങളും ഉള്ള സഭയ്ക്ക് പറ്റാത്ത? ചോദ്യം വളരെ സിമ്പിൾ. മംദാനി എന്നൊരു ഒറ്റൊരു വ്യക്തി ഈ 200 ശതമാനം വോട്ടുകളാണ് സ്വന്തം ആളുകളെ കൊണ്ടുവന്നത്. യങ്സ്റ്റേഴ്സ്, ഏതൊരു യങ്സ്റ്റേഴ്സിന്റെ പോയിട്ട് ന്യൂയോർക്ക് ചോദിച്ചാൽ അവൻ മംദാനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? ഹി വാസ് ദെയർ ഫോർ ദം. ഒറ്റ ഫോൺ കോളിലാണ് നിങ്ങൾക്ക് നല്ല പാർപ്പിടം, നല്ല ജോലി, നിനക്ക് നല്ല സുരക്ഷ, ഇതാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അവന് പറ്റുമെങ്കിൽ പിന്നെ റോമിലിരിക്കുന്ന വത്തിക്കാനിരിക്കുന്ന സഭയ്ക്കോ അല്ലെങ്കിൽ പാത്രിയാർക്കസിനോ പറ്റാത്ത, അല്ലെങ്കിൽ ഇത്രയും വലിയ സഭയ്ക്കോ പാസ്റ്റർമാർക്കോ പറ്റാത്ത പോക്കത്തിനോ ഞാൻ പറയുന്നത് എന്താ? ശ്രമിക്കാൻ താല്പര്യമില്ല. പോവാണെങ്കിൽ പൊക്കോട്ടെ. മംദാനിക്ക് പറ്റുമെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്കും പറ്റും, നമ്മുടെ അച്ഛന്മാർക്കും പറ്റും. പക്ഷേ ഇച്ഛാശക്തി വേണം. നമുക്ക് വീണ്ടും ഈ യൂറോപ്പിലുണ്ടാകുന്ന ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ കാത്തലിക് സഭ, കാരണം നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുവാണെങ്കിൽ യൂറോപ്പിൽ പല ചർച്ചുകളും ബാറുകളായി, ഡാൻസ് ബാറുകളായി, പലതും മോസ്കുകളായി. അതായത് വീണ്ടും തിരിച്ച് ഇത് ഒരു ട്രംപ് എഫക്റ്റ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ട്രംപ് എഫക്റ്റിനെ മാറ്റി പറഞ്ഞുകൂടാ. കാരണം റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആണ് ഇതിൻ്റെ അകത്തെല്ലാം വന്നിരിക്കുന്നത്, കൺസർവേറ്റീവ് ആയിട്ടുള്ള. കാരണം അവർ കൺസർവേറ്റീവ് രീതിയിലോട്ട് തിരിച്ചു പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു യൂറോപ്പിലെ യൂറോപ്പ് മാറുമോ ഇല്ലയോ? അതാണ് ചോദ്യം. യൂറോപ്പിൽ ഇന്ന് അവർക്ക് മാറാനുള്ള മെയിൻ കാരണം പറഞ്ഞിരിക്കുന്ന അവസ്ഥ അവർക്ക് മനസ്സിലായി, കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോഴാണ് യൂറോപ്പ് തിരിച്ചു വരും. അപ്പൊ അതിലേക്ക് വന്നിരിക്കും. ഇന്ന് ശരിയാണ്, റൈറ്റ്സും കാണുന്നുണ്ട്, ബൈബിളും യങ് ജനറേഷൻ ഇതിലേക്ക് വരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചുള്ള യുഎസിനെ, അല്ലെ യൂറോപ്പ് എന്ന് പറഞ്ഞ ഭാരത് അടച്ചു പൂട്ടുന്നു. ഇവിടെയായിരുന്നു ശ്രദ്ധ, അന്ന് എവിടെയായിരുന്നു ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ? എവിടെ പോയി എന്ന സമയത്ത്? ഇന്ന് കൈവിട്ട് പോയി, ബാറുകളായി മാറുന്നു. ബാറുകൾ മാത്രമല്ല, വേറെ പലതുമായി മാറുകയാണ് ഇന്ന്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ചർച്ചിനും അതുപോലെ ആരാധനകൾക്കും പ്രത്യേക ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസ് വെച്ച് ഇത് വേറൊരു ആരാധനാലയമാക്കി മാറ്റാം. ഞാൻ ഉദ്ദേശിച്ചാൽ മനസ്സിലായല്ലോ, വേറെ എന്തുമാക്കി മാറ്റാം ആ ഒരു പെർമിറ്റ് വെച്ചിട്ട്. അപ്പൊ അതാണ് ആയിക്കൊണ്ടിരിക്കുന്ന പലതും. എന്തുകൊണ്ട് അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടാ? ആരും ഗൗനിച്ചില്ല, ആരും കെയർ ചെയ്തില്ല. ഇനി ഒരു തിരിച്ചുവരവ് എളുപ്പമല്ല. അൺലെസ് ഒരു ചാർലി കിർക്കിനെ പോലും അല്ലെങ്കിൽ ഒരു നേതാവ് ഉയർന്നു വന്ന് അതിനൊരു ആവശ്യകതയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി ഒരു സ്വീകാരനായിട്ടുള്ള പോപ്പ് പോലും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇപ്പത്തെ പോപ്പിന് ആ റോളിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ആദരായ പ്രശ്നത്തിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു ഐക്കൺ ഇല്ല. അപ്പൊ കേരളത്തിൽ, ഇന്ത്യയിൽ പോലും ഒരു ഐക്കൺ ഉണ്ടോ യൂത്തിന്? ഒരു പാസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അച്ഛനായി ഒരു ഐക്കൺ ഉണ്ടോ നമുക്ക് എടുത്ത് പറയാനായിട്ട്? ഉണ്ടോ? ഒരു റൈസിംഗ് സ്റ്റാർ ഉണ്ടോ നമുക്ക് ഇന്ത്യയിലെ നമ്മുടെ ക്രിസ്ത്യാനിറ്റിക്ക്? ആരും ഇല്ല. ആർക്കും താല്പര്യമില്ല. കഷ്ടപ്പെട്ടു. കേരളത്തിലുണ്ട് റൈസിംഗ് സ്റ്റാർ ഉണ്ടോ? 1-2 പേരും തട്ടിപ്പ് നടത്തിപ്പോയി കാശുണ്ടാക്കി പോയ ആൾക്കാരുണ്ട്. ആക്ച്വലി ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട് യുവാക്കളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും ഒരാൾ പോലും ഇല്ല. അതില്ലാത്തതും കാലം. അതായത് കറക്റ്റ് ചോദ്യമാണ്. ബേസിക്കലി ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഐക്കോണിക് ഫേസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പണ്ട് ഒരു സാധു കൊച്ചു ഉപദേശം ഉണ്ടായിരുന്നു, റിലീജിയസ് ആയിട്ടും ഒക്കെ. അതേപോലെ തന്നെ പഞ്ചാബിൽ സാധു സുന്ദർ സിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതേപോലെ ഫേസ് നമുക്ക് കിട്ടുന്നോ ഇല്ലത് ചോദ്യമാണ്. ഏതായാലും താങ്ക് യു വെരി മച്ച്. നല്ലൊരു നൈസ് ടോക്കാണ്. താങ്ക് യു സാർ.